ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ മൈസൂർ ട്രിപ്പിൻ്റെ ബാക്കി ഭാഗമാണ്, അതായത് ലാസ്റ്റ് ഭാഗമാണ് ഈ കാണുന്നത്. എല്ലാവരും കൂടെ ബോട്ട് യാത്രയ്ക്ക് വേണ്ടി പോകുകയാണ് കേട്ടോ. ബോട്ട് യാത്ര നടത്താൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ടിക്കറ്റ് എടുത്തുങ്ങാണ്ട് ഉള്ളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചങ്ങോട്ട് നടന്നെത്തി കഴിഞ്ഞാൽ നമ്മൾ പുഴയുടെ തീരത്തെത്തും. ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കുറച്ച് പേര് മാത്രമേ ബോട്ട് യാത്രയ്ക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ലൈഫ് ജാക്കറ്റ് ഇടാൻ വേണ്ടി പോവുകയാണ്. അപ്പം കുറച്ച് ജാക്കറ്റേ അവിടെ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ മുന്നിൽ പോയ ബോട്ടിൻ്റെ അകത്ത് ആൾക്കാർ ഇട്ട് പോയതാണ്. ഞങ്ങളെ തന്നെ ടീമിലെ ആൾക്കാർ തന്നെ മുന്നിൽ ബോട്ടിൽ പോയിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ വേറെ ആൾക്കാരും പോയിട്ടുണ്ട്. അപ്പോൾ ജാക്കറ്റ് അധികം ഇല്ല പാകത്തിനുള്ളത്, കുട്ടികൾക്കൊക്കെ ചേരുന്നതില്ല. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം പിന്നെ വേറെ ബോട്ട് വന്നപ്പോൾ അതിൻ്റെ അകത്ത് ആൾക്കാർ ഇറങ്ങി. അപ്പോൾ ജാക്കറ്റൊക്കെ എല്ലാവർക്കും റെഡിയായി. അപ്പോൾ ഇട്ടുങ്ങാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. കുട്ടികൾക്ക് വേറെ വലിയവർക്ക് വേറെ അങ്ങനെ മാറ്റി മാറ്റി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പാകമായത്. അപ്പോൾ പുഴേൻ്റെ സൈഡിൽ കണ്ട ഒരു കാഴ്ചയാണ് മീൻ കൂട്ടം കൂട്ടമായിട്ട് വന്ന് നിൽക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാൻ തോന്നും, പക്ഷേ ഞങ്ങളെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നോക്കിയിരിക്കുകയാണ് ചെയ്തതും. അപ്പോൾ ഒരു ബോട്ടും കൂടെ വന്ന് നിർത്തി. അപ്പോൾ എല്ലാവരും ജാക്കറ്റ് ഇട്ട് റെഡിയായി നിൽക്കുകയാണ്. എല്ലാവരുടെ മനസ്സിലും നല്ല പേടിയുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിന് മാത്രമല്ല, നിറയെ മുതലേ ഉള്ളൊരു പുഴയും കൂടിയാണത്. നമ്മളിങ്ങനെ ബോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ കൂടിയൊക്കെ മുതലിങ്ങനെ അനങ്ങാതെ നിൽക്കുന്നുണ്ടാവുകയെ. ചിലർക്കൊക്കെ ഭയങ്കര പേടി, ചിലരൊക്കെ ഭയങ്കര പേടി ഇല്ലാതെ അഭിനയിച്ചും കൊണ്ട് പോകുന്നവരുണ്ട്. അങ്ങനെ എല്ലാവരും ബോട്ട് കയറി. ഇതൊക്കെ ഞങ്ങളെ ആൾക്കാർ തന്നെയാണ്. കുറച്ച് പേര് മാത്രം പുറമേ നിന്നുള്ളവരുണ്ടെന്ന് തോന്നുന്നു. ലോഗ് സീറ്റ് തിരഞ്ഞ് നടക്കുകയാണ് എവിടെയാണ് ഇരിക്കാൻ നോക്കിയിട്ട്. ഓനോ അവൻ്റെ അച്ഛനും കൂടെ ഒരുമിച്ചിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പോവാൻ. ബോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അത് ബോട്ട് ഷെയ്ക്ക് ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാവരും മനസ്സിലൊന്നൊരു ആളലാണ്. എല്ലാവരും കയറി കഴിഞ്ഞതിന് ശേഷം ബാലൻസ് ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗത്തേക്ക് തന്നെ വെയിറ്റ് കൂടിയാൽ ചിലപ്പോൾ ബോട്ട് മറിഞ്ഞാലോ. ഇതൊരു ബേർഡ് സാങ്ച്വറിയും കൂടിയാണ് കേട്ടോ. ഈ കാണുന്ന മരത്തിൻ്റെ മുകളിലൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പക്ഷികളുണ്ട്. നമുക്ക് പേരൊന്നും അറിയത്തില്ല, പക്ഷേ കൊക്കിനെ പോലെ അല്ല, കൊക്കിനേക്കാളും വലുപ്പത്തിൽ ചുണ്ടൊക്കെ നീണ്ട് അത്രയും ഹൈറ്റ് കൂടിയ കുറേ പക്ഷികളുണ്ട്. ആ മരത്തിൻ്റെ അറ്റത്തായിട്ട് ഒരു വലിയ പക്ഷി ഇരിക്കുന്നത് നിങ്ങൾ നോക്കിയിട്ട് കാണുന്നുണ്ടാവും. അതിൻ്റെയൊക്കെ ചുണ്ടിൻ്റെ താഴെയായിട്ട് കൊടി കാറ്റത്ത് പറന്ന് കളിക്കും പോലെ തോന്നും ചുണ്ടിൻ്റെ താഴെ കാണുമ്പോഴേ. നിറയെ പക്ഷികളാണ്, എണ്ണിയാലും തീരാത്തത്ര പക്ഷികളാണ് കേട്ടോ. പക്ഷികളില്ലാതിരിക്കില്ലല്ലോ, പക്ഷി സങ്കേതമല്ലേ. അപ്പോൾ ഞങ്ങളെ കൂട്ടത്തിലുള്ളവർ പോയിട്ട് തിരിച്ചു വരുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊക്കെ ഏട്ടന്മാരും ചേച്ചിമാരും പാപ്പന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് എല്ലാവരും കൈ കൊണ്ട് ടാറ്റ ഇരുന്ന് കണ്ടില്ലേ. ഞങ്ങൾ തിരിച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഉള്ളിലും കുറച്ച് പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ചിലർ ഈ കല്ലൊക്കെ കാണുമ്പോൾ മുതലയാണോ എന്ന് ദൂരത്തുനിന്ന് ഇങ്ങനെ പേടിച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത്. കല്ല് പോലെ അനങ്ങാതെയാണല്ലോ മുതല നിൽക്കുക. ഇപ്പോൾ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായത് കല്ലാണെന്ന്. അതിൻ്റെ മുകളിലൊക്കെ കുറേ പക്ഷികൾ നിൽക്കുന്നുണ്ടല്ലേ, അതൊക്കെ ആ കൂട്ടത്തിൽ പെട്ടത് തന്നെയാണ്. കുറേ ബോട്ടുകളുണ്ട്, തിരിച്ചു വരുന്നതും പോകുന്നതായിട്ട് കുറേ ബോട്ടുകളുണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ ദൂരത്തായിട്ട് ഒരു നിഴൽ പോലെ കാണില്ലേ, അതാണ് മുതല. അങ്ങനെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരുത്തർ കാണുമ്പോൾ മിണ്ടാതിരിക്കും, ചിലർ കണ്ടിട്ട് കാണാത്ത പോലെ ഇരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ചിലർ കാണാതെ കണ്ടെന്ന് പറയുന്നവരും ഉണ്ട്. കുട്ടികളൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് മുതലുണ്ട് എന്ന് പറയും. പക്ഷേ മുതലേനെ നേരിട്ട് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു പേടിയൊക്കെ ആയിട്ടോ. ഇനി അഥവാ ബോട്ടെങ്ങാനും പറഞ്ഞാൽ വെറുതെ മുതലേക്ക് ഭക്ഷണമായി തീരണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ പുഴയിൽ കൂടെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ബോട്ട് യാത്രയൊക്കെ. ഇവിടെ കുട്ടികളെക്കാളും പേടി വലിയവർക്കാണ് ഉണ്ടായത് കേട്ടോ. കുട്ടികളൊക്കെ അത് വലിയ രസമാക്കി എടുത്തു. പക്ഷേ മുതലേനെ കണ്ടപ്പോൾ വലിയവർക്കൊക്കെ ഒരു നെഞ്ചെടുപ്പായിരുന്നേ. ഞങ്ങൾ കയറി ബോട്ട് ആദ്യം തന്നെ വലിയ സ്പീഡിലൊന്നുമല്ല കേട്ടോ പോയത്, പതുക്കെ ആയിരുന്നു പോയിരുന്നത്. പിന്നെ ഞങ്ങളെ ബാക്കിൽ വന്നവരൊക്കെ ഞങ്ങൾ എടുത്തെത്താൻ തുടങ്ങി. അപ്പോൾ മനസ്സിലായി ഇത് മെല്ലെയാണ് പോകണതെന്ന്. ഇപ്പോൾ നിങ്ങൾ ആ മരത്തിൻ്റെ മുകളിലൊക്കെ നിറയെ പക്ഷികൾ കാണില്ലേ. ഓരോ പക്ഷികൾ വന്ന് ഇരിക്കുന്നുണ്ട്, പറന്നു പോകുന്നുണ്ട്. അതൊന്നും ചെറുതൊന്നുമല്ല കേട്ടോ, ഭയങ്കര വലിയ പക്ഷികളാണ്. ഇത് ഞങ്ങളെ മൈസൂർ ട്രിപ്പിൻ്റെ 2ാമത്തെ ദിവസമാണ്. ഈ 2 ദിവസത്തെ ഒരു ട്രിപ്പായിരുന്നു ഞങ്ങളത്. അപ്പോൾ ഈ ദിവസത്തെ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിച്ച് വന്നിടത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ബോട്ട് നിർത്തി ഞങ്ങളെല്ലാവരും ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ചെറിയൊരു പേടിയും കിട്ടോ. ബോട്ട് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ എല്ലാവരും ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തിയിട്ടോ. എല്ലാവരും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളതിൽ വേഗത്തിൽ ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഇറങ്ങിയതിന് ശേഷം എല്ലാവരും കയ്യിലുള്ള ജാക്കറ്റൊക്കെ ഊരി തിരിച്ച് ആ സ്റ്റാൻഡിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും പോകുന്നത് ഒരു പാർക്കിലേക്കാണ് കേട്ടോ. ഇവിടെ കുറച്ച് കാട് പിടിച്ച സ്ഥലം ഇങ്ങനെ ചുറ്റി നടന്ന് കാണാനുണ്ട്. അതിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ആ പുഴേൻ്റെ ഏരിയ മുഴുവൻ കാണാൻ പറ്റുക. ഇവിടെ നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. കുറേ മരങ്ങളുണ്ട്, നല്ല വണ്ണമുള്ള മരങ്ങൾ, മാവായിട്ടും പ്ലാവായിട്ടും ഒക്കെ ഈ കിടക്കുന്നതും ചെരിഞ്ഞ് നിൽക്കുന്നതായിട്ടൊക്കെ. അതൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. അതിൻ്റെ മുകളിലൊക്കെ കുട്ടികൾ കയറി ഇരുന്നും ചാടി മറിഞ്ഞൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ അല്ലാതെ ഇരുന്ന് കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇരിപ്പിടങ്ങളുണ്ട്. അവിടെയൊക്കെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, ഞങ്ങളെ കൂട്ടത്തുള്ളവർ തന്നെ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എത്തുമ്പം കുട്ടികൾക്കാണല്ലോ വലിയ സന്തോഷം ഉണ്ടാവുക. ഇവിടെ തന്നെ ഒരുപാട് ദൂരം ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കാനുണ്ട് കേട്ടോ. ഈ മരങ്ങളൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയില്ലേ? ഇതൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് മക്കൾക്കൊക്കെ വലിഞ്ഞ് കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാട്ടോ. കയറി ഇരിക്കാനും കയറി കുലുക്കാനും ഒക്കെ വേണ്ടിയിട്ട് എല്ലാവരും മക്കൾക്ക് കളിക്കാൻ സമ്മതിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. മരത്തിന്മേൽ കയറുക എന്നുള്ള പേടിയൊന്നും വേണ്ട, അങ്ങനെ അത്ര ഹൈറ്റ് ഒന്നുമില്ല അങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ലോകുമോ ഇങ്ങനെ ഇറങ്ങി വരുന്ന കാണുമ്പോൾ അവനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് മരം കുലുക്കും പോലെയൊക്കെ ചെയ്യുകയാണ്. ഇങ്ങനെ കാണുമ്പോൾ നല്ല ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ ഹൈറ്റൊന്നുമില്ല, നല്ല താഴെ തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു ചെറിയ മരം കണ്ടപ്പോൾ അക്കുമോ അതിൻ്റെ മുകളിൽ കയറി നിന്ന് കളിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് തുടർന്ന് നടന്നിങ്ങനെ പോരും. അപ്പോൾ അവിടെ ക്ലീൻ ചെയ്യുന്ന ചേച്ചിമാരെ കണ്ടപ്പോൾ അവനോട് എന്തൊക്കെയോ വർത്താനം പറഞ്ഞു. അപ്പോൾ അവൻ തിരിച്ചു എന്തൊക്കെയോ പറഞ്ഞ് തിരിഞ്ഞ് നോക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇനി പാർക്കിലേക്കാണ് പോകുന്നത്. ഇതാ പാർക്കിലെത്തി. പാർക്കിൽ അധികം സാധനങ്ങളൊന്നുമില്ല, ഈ സ്ലൈഡ്, ഊഞ്ഞാൽ, സീസോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ മുകളിലൊക്കെ വലിയവരാണ് കുട്ടികളെക്കാളും കൂടെ കയറിയത്, അവർക്കും ഉണ്ടാവുമല്ലോ ആഗ്രഹങ്ങൾ. പിന്നെ മുന്നേ പോയവരൊക്കെ മതി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴും കുട്ടികൾക്ക് കളി മതിയായില്ല കേട്ടോ. കുട്ടികളെക്കാളും കൂടുതൽ വലിയവർക്കും കളി മതിയായില്ല. വലിയവരൊക്കെ പഴയ ഓർമ്മയിലേക്കൊന്ന് എത്തി നോക്കിയതാണ്. അതിനുശേഷം ഞങ്ങൾ പോകുന്നത് ഒരു കാറിൻ്റെ മ്യൂസിയത്തിലേക്കാണ്. അവിടെ പണ്ടുള്ള വണ്ടികൾ തൊട്ടിട്ട് ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികൾ വരെ ഉണ്ട് കേട്ടോ. പണ്ടുള്ള കാളവണ്ടി, പല്ലക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ തൊട്ടിട്ട് ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികൾ വരെയുള്ള കാഴ്ച ഈ മ്യൂസിയത്തിൻ്റെ അകത്തുണ്ട്. അത് ഞങ്ങൾ വേറെ ഒരു വീഡിയോ ആക്കിയിട്ട് ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. ഇവിടെ പിന്നെ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കയറാൻ വേണ്ടി ടിക്കറ്റ് വേണ്ട, വലിയവർക്ക് മാത്രം മതി ടിക്കറ്റ്. ഇവിടെ നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. നമുക്ക് കാണാത്ത ഒരുപാട് വണ്ടികൾ ഇവിടെ കാണാൻ സാധിക്കും. പുതിയ മോഡലുകൾ ഇറങ്ങുന്ന എല്ലാ വണ്ടികളും, പട്ടാളക്കാർ ഉപയോഗിക്കുന്ന വണ്ടികൾ, യുദ്ധത്തിന് ഉപയോഗിച്ചത്, അങ്ങനെ എല്ലാ ടൈപ്പും ഇവിടെ ഉണ്ട്. ഈ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ്, ഒരു ടയർ എടുത്തു വെച്ച പോലെയാണ് തോന്നുക ആ ബിൽഡിങ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ടയറിൻ്റെ പരിണാമം തന്നെയാണ് വണ്ടികളുടെ മാറ്റങ്ങളും അല്ലേ. പണ്ട് കാലത്തെ മരത്തിൻ്റെയും ഇരുമ്പിൻ്റെയൊക്കെ ടയറിൽ നിന്ന് ഇപ്പോൾ റബ്ബറിൻ്റെ ടയറിലേക്ക് മാറിയിട്ടില്ലേ. അങ്ങനെ ഓരോ വണ്ടികളുടെ മാറ്റങ്ങളും എൻജിനുകളുടെ മാറ്റങ്ങളും എല്ലാം നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നിട്ട് രാത്രി ഭക്ഷണം പാകം ചെയ്യാണ്. നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതുമാണ്. അങ്ങനെ ഞങ്ങളുടെ മൈസൂർ ട്രിപ്പ് ഇതോടുകൂടി അവസാനിച്ചു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.